ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ കർത്താവിന്റെ വാദപിടുത്തലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരല്പനേരത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. യഹോവയുടെ ദൂതന് അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെയും, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ കണ്ണുകളടച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരു പ്രത്യേകമായ ചില നിയോഗങ്ങൾ, ചില വിളികൾ, ചില ദൗത്യം ഇന്ന് രാവിലെ ചിലരുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അടിനിതാ കർത്താവ്, അടിനിതാ ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ചില ഭവനത്തെ വിടുവിച്ചെടുക്കേണ്ടതിന്, ചില വ്യക്തികളെ വിടുവിച്ചെടുക്കേണ്ടതിന്, ചില സമൂഹങ്ങളെ വിടുവിച്ചെടുക്കേണ്ടതിന് ഇന്ന് രാവിലെ കർത്താവ് ചില ജീവിതങ്ങളെ ഇന്ന് രാവിലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കർത്താവിന്റെ ദൗത്യം, കർത്താവിന്റെ ഹൃദയത്തിരിക്കുന്നതായ വലിയ പ്ലാനുകൾ ചിലരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു. ആമേൻ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാവിലെ കർത്താവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ കുടുംബങ്ങളായി വ്യക്തികളായി ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിപ്പാനുണ്ടല്ലോ. ഒരു നല്ല പ്രഭാതം രാവിലെ തന്നല്ലോ. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ടുണ്ടല്ലോ. അതിനായിട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ആത്മാവേ, എന്തു പറഞ്ഞാലും അത് അനുസരിക്കുവാൻ വിശ്വസിക്കുവാനുള്ള ദൈവകൃപ ഇന്ന് രാവിലെ ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഈ രാവിലെ കർത്താവെ ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷ ഈ പ്രളയായിരിക്കുന്ന എല്ലാവരും നിന്റെ കരുത്ത് ഞാൻ ഏൽപ്പിക്കുന്നു. ആത്മാവ് തന്നെ ശാന്തമായി ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ചാട്ട് ഹൃദയങ്ങളെ തുറന്നു തരണമേ. പച്ച എല്ലാ ബഹുമാനവും പുകഴ്ചയും കർത്താവിന് തന്നെ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യമാണ് ഇപ്പോൾ ദാസി വായിച്ചത്. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവത്തിന് നമ്മോട് വ്യക്തമായി സംസാരിപ്പാനായിട്ടുണ്ട്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, അതിനു മുമ്പത്തുള്ള ചാപ്റ്ററിലേക്ക് എല്ലാം നോക്കുമ്പോൾ, ഓരോ തലമുറയിൽ ദൈവം ഓരോ ദൗത്യ നിർവഹത്തിനായി ദൈവത്തിന്റെ ഹൃദയത്തിരിക്കുന്ന ആഗ്രഹങ്ങൾ ചെയ്തെടുക്കേണ്ടതിന് ചില ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. ഇതിന് തൊട്ടു മുമ്പിലെ ചാപ്റ്ററിൽ ഒരു സ്ത്രീ, അതായത് ഒരു പ്രവാചകി, ഒരു ദെബോറായെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആ ദെബോറായെ കൊണ്ട് ദൈവത്തൊന്ന് അകന്നുപോയ പിശാചിന്റെ അടിമനുഖത്തിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുന്ന, ശത്രുവിന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ, ചില കുടുംബങ്ങളെ വിടുവിച്ച് മടക്കി കൊണ്ടുവരേണ്ടതിന് ദൈവം ആ സ്ത്രീയെ, ആ ദെബോറയെ എടുത്തുപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇത് അടുത്ത ജനറേഷനിൽ ദൈവം നോക്കുന്നു. ഇസ്രായേൽ ജനത്തെ, ചില കുടുംബങ്ങളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം പാളയത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതുപോലെ ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന, അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ ഇന്ന് രാവിലെ ഈ പ്രേരണയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചില കുടുംബങ്ങളെ ചില പ്രവർത്തനത്തിൽ നിന്നും, അടിമനുഖത്തു നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന്, എന്റെ ജനത്തിന്റെ കട്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്നാൽ അവരെ അവിടെ നിന്ന് രക്ഷിച്ചു പുറത്തു കൊണ്ടുവരേണ്ടതിന് ചിലപ്പോൾ അത് നിന്റെ കുടുംബമായിരിക്കാം, നിന്റെ തലമുറയായിരിക്കാം, ചില സമൂഹമായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം. അവരെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം ചില വ്യക്തികളെ ഇന്ന് രാവിലെ അന്വേഷിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് രാവിലെ ഈ പ്രളയത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചില ജീവിതങ്ങളെ ദൈവത്തിന് ഇന്ന് രാവിലെ ആവശ്യമായിരിക്കുന്നു. ഇവിടെ നോക്കൂ, ഗിദെയോനെ ദൈവം വിളിക്കുകയാണ്. ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശം നിറവേറ്റിയെടുക്കുവാൻ, ചില പ്രത്യേക ദൗത്യത്തിനായി അയക്കുവാൻ കർത്താവ് ഗിദെയോനെ വിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ പ്രത്യേക ദൗത്യ ചെയ്തെടുക്കേണ്ടതിന് ഈ ഗിദെയോനെ വിളിക്കുവാനുള്ള
കാരണം എന്താണ്? ഈ ഗിദെയോനുള്ള യോഗ്യത എന്താണ്? ഗിദെയോൻ ആരായിരുന്നു? അവന്റെ കുലം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനെ വിളിക്കുന്നത് പരാക്രമശാലിയെ. അപ്പോൾ ആ ഗിദെയോന്റെ ജീവിതത്തിൽ കാണിച്ച പരാക്രമശാലിത്വം എന്തായിരുന്നു? അവൻ കാണിച്ച പരാക്രമം? ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്ന പകൽക്കാലമാണ്. ഈ ഗിദെയോൻ ആരായിരുന്നു? അതിന്റെ തന്നെ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. മനശ്ശയിലെ പ്രധാന കുടുംബത്തിലൊന്നായ അബിയേസിയരുടെ തലവനായ യോവാശിന്റെ മകനാണ് ഗിദെയോൻ. ഈ മനശ്ശ ഗോത്രത്തിന് വന്ന തകർച്ച എന്താണെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം അതിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഈ മനശ്ശ ഗോത്രത്തിന് സംഭവിച്ച തകർച്ച അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കുക, 1-ന്റെ 27-ഉം 28-ഉം. മനശ്ശ ബേത്ശയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗിദ്ദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർക്കുവാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. അവിടെ നോക്കുക, ഒരു വാക്ക് ആവർത്തിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, നീക്കിക്കളഞ്ഞില്ല. ദൈവം നീക്കിക്കളയുവാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ മനുഷ്യ ഗോത്രം നീക്കിക്കളഞ്ഞില്ല. അവർ അതിനെ നീക്കിക്കളയാതെ, നീക്കിക്കളഞ്ഞോ ചോദിച്ചാൽ നീക്കിക്കളഞ്ഞു. എന്നാൽ ചിലത് അല്പമൊക്കെയും അവർ നീക്കിക്കളയാതെ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ സൂക്ഷിച്ചുകൊണ്ട് നടന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറ വന്നു. ഈ തലമുറയിലേക്ക് കൈമാറി കൊടുത്തത് ഈ ഇരുതോണിയിൽ കാലി ചവിട്ടിയ, അതായത് നീക്കിക്കളയാൻ പറഞ്ഞത് നീക്കിക്കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നതായ ഇതായിരുന്നു അടുത്ത ജനറേഷന് കൈമാറിയത്. അപ്പോൾ അടുത്ത ജനറേഷൻ കൈമാറിയത് അല്പം ശേഷിച്ചത് അവർ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതായത് ദൈവം വെറുക്കുന്ന കനാന്യരുടെ സംസ്കാരത്തിലേക്ക് തലമുറ ഇറങ്ങി തിരിച്ചു. കനാന്യരുമായി കൂടി കലർന്നൊരു ജീവിതം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യദൈവത്തെ മറന്ന് കനാന്യരുടെ ദൈവങ്ങളിലേക്ക് അവരുടെ മനസ്സ് തിരിഞ്ഞു. മനശ്ശഗോത്രം ഇപ്പോൾ യോവാശിന്റെ ഗിദെയോന്റെ കാലഘട്ടമായപ്പോൾ അവർ പൂർണ്ണമായി വിഗ്രഹങ്ങളിലേക്ക് അവർ മനം തിരിഞ്ഞു. അതിന്റെ കാരണം പിതാക്കന്മാർ കൈമാറി അവരുടെ തലമുറയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പൂർണ്ണമായി കനാന്യരെ, ദൈവം വെറുത്തിരുന്ന കനാന്യരുമായി അവർ ഇഴുകിച്ചേർന്ന് അവരുമായി വിവാഹം കഴിച്ചു, അവരോട് കൂടെ പാർത്തു. അതെല്ലാം അടുത്ത ജനറേഷൻ സ്വീകരിക്കുവാനായിട്ട് തുടങ്ങി. ഇതിൽ കൂടെ ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളും ശ്രദ്ധിച്ചു കൊള്ളണം. ഒരു കാലഘട്ടത്തിൽ കാലാകാലങ്ങളിൽ ദൈവം നമ്മെ പാപത്തിന്റെ അടിമനുഖത്തിൽ നിന്നും, ശാപത്തിന്റെ അടിമനുഖത്തിൽ നിന്നും, നിത്യ മരണത്തിൽ നിന്നും, മരണ ഭയത്തിൽ നിന്നും, സാത്താന്റെ അടിമനുഖത്തിൽ നിന്നും എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവന്നു ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളാക്കി മാറ്റിയിട്ട് ദൈവം നമ്മോട് പറഞ്ഞു, നീ ഉറച്ചു നിൽക്കണം. കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കി, ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കി, ആ സ്വാതന്ത്ര്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഇനിയും നീ വിട്ടുകളഞ്ഞ അടിമനുഖത്തിലേക്ക് നീ പോകരുതെന്ന് വ്യക്തമായി വചനം നമുക്ക് നൽകി, ഉപദേശങ്ങൾ നൽകി നമ്മെ മുന്നോട്ട് അയച്ചതാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ വിട്ടുകളഞ്ഞ പാപ സ്വഭാവങ്ങളിലേക്ക്, വിട്ടുകളഞ്ഞ പാരമ്പര്യങ്ങളിലേക്ക്, വിട്ടുകളഞ്ഞ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും നമ്മൾ നീങ്ങുവാൻ തുടങ്ങി. അല്പം പഴയതിലേക്ക് നമ്മൾ നീങ്ങുവാനായിട്ട് തുടങ്ങി. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ശീതവാനാണോ? അല്ല. ഉഷ്ണവാനുമല്ല. എന്നാൽ ശീതോഷ്ണവാനായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങി. അപ്പോൾ അടുത്ത ജനറേഷൻ നമ്മൾ കൈമാറിയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൂർണ്ണത അല്ല,
എന്തായിരുന്നു? അല്പം അവിടെയും അല്പം ഇവിടെയും. ഇത് രണ്ടും കൂടെ കലർന്ന ഒരു ജീവിതം, ഉപദേശങ്ങൾ നമ്മൾ അടുത്ത ജനറേഷന് കൈമാറി. കർത്താവ് പറഞ്ഞത് നിന്നെ സ്വതന്ത്രമാക്കി, ആ സ്വാതന്ത്ര്യത്തിൽ നീ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ജീവിതങ്ങൾ പലപ്പോഴും എന്ത് ചെയ്തു? ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കാതെ വിട്ടുകളഞ്ഞ പഴയതിലേക്ക് ഒരു അല്പം തിരിയുവാൻ തുടങ്ങി. അങ്ങനെ തിരിഞ്ഞ് അടുത്ത ജനറേഷൻ ആയപ്പോൾ അവിടെ കയ്യിലേക്ക് നമ്മൾ കൈമാറിയത് കലപ്പ് കിടന്നതായ വചനം, കലപ്പ് കയറിയതായ അവൻ ആരാധന. അവിടെയും ഇപ്പം ഇവിടെയും അല്പം കയറിയത് കൊണ്ട് അടുത്ത ജനറേഷൻ ആയപ്പോൾ എന്ത് ചെയ്തു? അവർ പൂർണ്ണമായ സത്യദൈവത്തിൽ നിന്ന് അകന്ന് അന്യദൈവങ്ങളിലേക്ക്, ആചാരങ്ങളിലേക്ക്, ഉപദേശങ്ങളിലേക്ക്, അന്യ വചനങ്ങളിലേക്കെല്ലാം അവർ തിരിവാനായിട്ട് തുടങ്ങി. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനത്തിനും സംഭവിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ കൊടുത്ത ദൈവിക പ്രമാണം എന്തായിരുന്നു? ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ഉം 19-ഉം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ഉം 19-ഉം ഒന്നെടുത്ത് വായിക്കുക. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. വിഗ്രഹമുണ്ടാക്കി വഷളത്വം നിങ്ങൾ ചെയ്യരുതെന്ന് വ്യക്തമായി ദൈവർക്ക് പ്രമാണം കൊടുത്തു. ഇനി അവിടുത്തെ പുസ്തകം 7-ാം അധ്യായം അതിനെ 1, 2, 3 വാക്യത്തിലേക്ക് കടന്നു വരിക. വായിക്കുക. അവിടുത്തെ പുസ്തകം ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അടുത്തത് 3-ാം വാക്യം. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. 4-ാം വാക്യം കൂടെ. അന്യദൈവങ്ങളെ സേവിക്കുവാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ഇത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്ത മാറ്റമില്ലാത്ത പ്രമാണമായിരുന്നു. എന്നാൽ ഈ ഇസ്രായേൽ ജനം അവർ മുന്നോട്ട് യാത്ര ചെയ്ത് പോയപ്പോൾ അവർ എന്ത് ചെയ്തു? ആ ജനറേഷൻ, അവരുടെ കയ്യിൽ കിട്ടിയ പ്രമാണം കിട്ടിയ ജനറേഷൻ എന്ത് ചെയ്തു? അല്പം നീക്കിക്കളഞ്ഞേണ്ട പറഞ്ഞതെല്ലാം മുഴുവനായി നീക്കിക്കളഞ്ഞില്ല. അല്പമെല്ലാം അവർ കൂട്ടി, അല്പമെല്ലാം അവർ സ്വീകരിച്ചു, അല്പമായി അവർ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത ജനറേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ശേഷിച്ചതെല്ലാം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ ഗിദെയോന്റെ കാലഘട്ടമായപ്പോൾ, അതായത് യോവാശിന്റെയും ഗിദെയോന്റെയും കാലഘട്ടമായപ്പോൾ ഈ ഗോത്രം, അതായത് യോവാശിന്റെ ഗോത്രം, അതായത് മനുഷ്യഗോത്രം മുഴുവനും ഇപ്പോൾ വിഗ്രഹ ആരാധനയിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ യോവാശിന്റെ ഭവനമെന്ന് പറയുന്ന മനുഷ്യഗോത്രമെന്ന് പറയുന്ന ഈ ഗോത്രം ഒരു കാലത്ത് സത്യദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ഗോത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് യോവാശിന്റെയും ഗിദെയോന്റെയും കാലഘട്ടമായപ്പോൾ ഭവനത്തിന്റെ അകത്ത് ഗോത്രത്തിലെല്ലാം അന്യ ദൈവങ്ങളുടെ ആരാധന വെളിപ്പെടുവാനായിട്ട് തുടങ്ങി. ഇത് ആ ഗോത്രം മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ പഠിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടമായപ്പോൾ 6-ാം ചാപ്റ്ററിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇസ്രായേൽ ജനം മുഴുവനും ഇതുപോലെ നീക്കിക്കളയാൻ പറഞ്ഞത് നീക്കിക്കളയാതെ, ഓരോ ഗോത്രങ്ങളും പൂർണ്ണമായി നീക്കിക്കളയാതെ അല്പമെല്ലാം അവരുമായി ഇഴുകിച്ചേർന്ന് ജാതികളുമായി, ജാതിക സംസ്കാരങ്ങളുമായി അവരുമായി എല്ലാം കൂട്ടിക്കലർന്ന് മുന്നോട്ട് ജീവിച്ചപ്പോൾ സത്യദൈവയുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ നിന്ന് അകന്നുപോയി, പ്രമാണം അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. ഇസ്രായേൽ ജനം മുഴുവനും ഇപ്പോൾ സത്യദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു കാലഘട്ടത്തിലേക്ക് അവർ ഒന്നെത്തി. 6-ാം ചാപ്റ്ററിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും 5-ാമത്തെ ഇസ്രായേൽ ജനത്തിന്റെ പിന്മാറ്റത്തെ കുറിച്ച് 6-ാം ചാപ്റ്റർ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആമേൻ. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മുന്നിലെ ചാപ്റ്ററിൽ ആമേൻ 4-ാമത്തെ പിന്മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ ദൈവവും ദെബോറായെ എഴുന്നേൽപ്പിച്ചു. അബിനോവിന്റെ മകനായ ബാറാക്കിനെയും ദൈവം എഴുന്നേൽപ്പിച്ചു. ദെബോറായിൽ കൂടി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിനെ മുഴുവനും ദൈവം വീണ്ടും ദൈവത്തിലേക്ക് മടക്കി വരുത്തി. സത്യദൈവത്തിലേക്ക് അവരെ മടക്കി വരുത്തി. അവരെ കട്ടത്തിൽ നിന്നെല്ലാം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. അതിന്റെ 5-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ അതിനുശേഷം 40 വർഷം 40 സംവത്സരം ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത കിട്ടി. എന്നാൽ ഈ 40 വർഷത്തെ സ്വസ്ഥതയുള്ള കാലഘട്ടത്തിൽ അവർ എന്തു ചെയ്തു? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറക്കുവാനായി തുടങ്ങി. വലിയ സ്വസ്ഥത കിട്ടിയപ്പോൾ ആമേൻ, അവിടെ അനുഗ്രഹങ്ങളെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ, ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളും കാലങ്ങളും എല്ലാം വളരെ ചേഞ്ച് ചെയ്തു. അനുഗ്രഹത്തിലേക്ക് അവർ നീങ്ങി വന്നപ്പോൾ അവർ എന്തു ചെയ്തു? അവർ ദൈവത്തെ മറന്നു. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കുക. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹുരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇപ്പോൾ എന്തു ചെയ്തു? അവർ ദൈവത്തെ മറക്കുവാൻ തുടങ്ങി. 40 വർഷത്തിന്റെ സ്വസ്ഥതയുടെ കാലഘട്ടത്തിൽ അവർ ദൈവത്തെ പതുക്കെ മറന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരെ വീണ്ടും 7 വർഷം വീണ്ടും ജാതികളുടെ കയ്യിലേക്ക്, ശത്രുക്കളുടെ കയ്യിലേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു. ഇപ്പോൾ 6-ാം ചാപ്റ്റർ ഇപ്പോൾ ദാസി വായിച്ച 3, 4, 5, 6 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് ശത്രുവിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ദൈവം അവരെ മറന്നു. ഇപ്പോൾ അവർ എന്തു ചെയ്തു? പർവ്വത ഗഹ്വരങ്ങളിലും ഗുഹയ്ക്കകത്തും ദുർഗങ്ങളിലെല്ലാം അവർ ഒളിച്ചു പാർക്കുകയാണ്. ഭയം, അവരുടെ ജീവിതത്തിൽ ശത്രുഭയം വീണ് കഴിഞ്ഞു. അവർ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവൻ എല്ലാ വിധത്തിലും ശത്രു ഞെരുക്കുവാനായി തുടങ്ങി. അതായത് തൊടുന്നതെല്ലാം മുടിവ്. ഏത് കാര്യത്തിൽ ചെന്നാലും അവിടെ എല്ലാം നഷ്ടമാണ് വരുത്തുന്നത്. അധ്വാനിക്കാഞ്ഞിട്ടല്ല, അധ്വാനിക്കുന്നുണ്ട്, ശരിക്കും അവർ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ കയ്യിലൊന്നും ലഭിക്കുന്നില്ല. ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ അധ്വാനിച്ചതെല്ലാം ചോർന്നു പോകുകയാണ്. ശരീരം മുഴുവനും അധ്വാനിക്കുന്നു, വിളയ അതായത് കൃഷി സ്ഥലത്തെല്ലാം കൃഷി ഇറക്കുന്നു, പക്ഷേ കൃഷിയുടെ കൊയ്ത്തിന്റെ കാലമാകുമ്പോൾ ശത്രുവെന്ന് കൊയ്തതെല്ലാം മോട്ടിച്ചെടുത്തു കൊണ്ടുപോകുന്നു. ആ 3, 4 വാക്യങ്ങളൊന്ന് വായിക്കുക. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ ആകാനുള്ളവരല്ല. അവർ ശത്രുവിനെ ജയിച്ചു കയറുവാനായിട്ടാണ് ദൈവം അവരെ വിളിച്ചിറക്കിയത്. പക്ഷേ ഇപ്പോൾ ശത്രുവിനെ അവർക്ക് നിവർന്നിൽക്കുവാൻ കഴിയുന്നില്ല. തൊട്ടതെല്ലാം നഷ്ടം, എല്ലാ വിധത്തിലും ഞെരുക്കം, അധ്വാനിച്ച് കഷ്ടപ്പെടുന്നതെല്ലാം ശത്രു എടുത്തുകൊണ്ടുപോകുന്നു. ഇന്ന് രാവിലെ ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഭയത്തിന്റെ കീഴിൽ, നിരാശയുടെ കീഴിൽ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ കീഴിൽ ഇന്ന് രാവിലെ ഞെരിഞ്ഞമർന്ന് ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും നഷ്ടം, എവിടെ ചെന്ന് തിരിഞ്ഞാലും എല്ലാം നഷ്ടം. അധ്വാനിക്കാഞ്ഞിട്ടല്ല, 24 മണിക്കൂറും ജോലിയാണ്, നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി, എല്ലാ വിധത്തിലും ഡ്യൂട്ടി ചെയ്യുന്നു. വർഷങ്ങളായി ഈ രാജ്യത്ത് കടന്നു വന്നു, അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ കടത്തിൽ നിന്ന് മാറിയിട്ട് ഇതുവരെ ഒരു വിശ്രമം കിട്ടിയിട്ടില്ല. ഒന്നിനു പുറകെ കടം, തൊട്ടതെല്ലാം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക.
പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു കൊള്ളുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ശത്രുവിനെ ജയിച്ചേറുവാൻ കഴിയാത്തതുണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയെല്ലാം ഉണ്ട്, ആരാധനയ്ക്ക് ആരാധനയുണ്ട്. പക്ഷെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അടിസ്ഥാനങ്ങൾ തെറ്റിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ദൈവജനമേ, ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നു? ഹല്ലേലൂയ. ഈ രാജ്യത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇന്ന് രാവിലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഇവിടെ നോക്കൂ, ഇസ്രായേൽ ജനം എന്തു ചെയ്തു? മിദ്യാനിയരുടെ കയ്യിൽ വീണ് ക്ഷയിച്ചു. ആമൻ. എല്ലാ വിധത്തിലും ഒരു ഞെരുങ്ങുവാൻ തുടങ്ങി. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അതിന് മറുപടിയായിട്ട് എന്താ ചെയ്തത്? 7-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ അവിടെ നടുവിലേക്ക് അയക്കുന്നു. ദൈവ ശബ്ദവുമായി ഒരു പ്രവാചകനെ അവിടെ അടുക്കലേക്ക് അയക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇങ്ങനെ കട്ടതയിൽ ഞെരുങ്ങിക്കൊണ്ടുപോകുന്ന ജനത്തിനു നടുവിൽ ഇന്ന് പകൽക്കാലം ഒരു പ്രവാചകനെ നിങ്ങൾ വിളിച്ചു വരുത്തിയാൽ നിങ്ങൾ എന്താണ് പ്രവാചകനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ നമ്മൾ പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓ, ഇപ്പോൾ ദൈവം നമ്മോട് കടുത്തു വന്ന് നിന്റെ കട്ടത മാറാൻ പോകുന്നു, നിന്റെ പ്രശ്നം ഇതാ മാറിക്കഴിഞ്ഞിരിക്കുന്നു, നിനക്കിതാ വീട് കിട്ടാൻ പോകുന്നു, നിനക്കിതാ കാറ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ചില ദൂതുകളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ദൈവം അയക്കുന്ന പ്രവാചകൻ വരുമ്പോൾ ദൈവശബ്ദം എങ്ങനെയായിരുന്നുവെന്ന് അതിന്റെ 7, 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവം 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്റെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങൾ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. 6-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മിദ്യാനയുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. ദൈവം എന്താണ് അവിടെ ചെയ്തത്? ദൈവശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം ആദ്യം അവരുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി. എവിടെയൊക്കെയാണ് നിങ്ങൾ തെറ്റിപ്പോയതെന്ന് ദൈവം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. ദൈവത്തിനോട് എന്നെ വിടുവിച്ച നാളുകളെ ഒന്ന് ഓർക്കുവാൻ ദൈവം ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ രാജ്യത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ മറന്നു പോകരുത്. നിങ്ങളെക്കാൾ ജ്ഞാനികൾ, നിങ്ങളെക്കാൾ വിവേകികൾ ഈ രാജ്യത്തൊന്ന് കാലി ചവിട്ടുവാൻ ആഗ്രഹിച്ചത് എത്രയോ പേർ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ദേശത്തുണ്ട്. എന്നാൽ അവരെ ആരെയും ഇവിടെ കൊണ്ടുവന്നില്ല. പോഷന്മാരായ നിങ്ങളെ ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, അതിരുകളെ വിശാലമാക്കി, ജോലികൾ നൽകി, കാറുകൾ നൽകി. നിങ്ങളെല്ലാം ഇന്ന് ഓടിക്കുന്ന കാറുകൾ, മുഴുത്ത കാറുകൾ, മുഴുത്ത വീടുകൾ, എല്ലാ വിധത്തിലും തലമുറകളെല്ലാം ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ ദൈവം വാതിലുകളെ തുറന്നു തന്നു. എല്ലാവിധത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷേ ഈ രാജ്യത്ത് കടന്നു വന്ന ദൈവജനമേ, നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങൾ എന്റെ ദൈവത്തെ മറന്നില്ലയോ? പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയില്ലയോ? സത്യാരാധന നിങ്ങൾ വിട്ടുകളഞ്ഞില്ലയോ? വിട്ടുകളഞ്ഞ പഴയതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയില്ലയോ? ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനവും ചെയ്ത തെറ്റെന്തായിരുന്നു? ഹല്ലേലൂയ. ആശ്ചര്യമായ വിഗ്രഹ ആരാധനയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ട് കടന്നു വന്നത്. ഹല്ലേലൂയ. ഒന്ന്, ആശ്ചര്യമായ വിഗ്രഹാരാധന. ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരിക്കാം, ചിലർ വിഗ്രഹാരാധന വിട്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കാം. വിഗ്രഹാരാധന വിട്ട് ഇറങ്ങി തിരിച്ചുവെങ്കിലും ഇപ്പോഴും വീണ്ടും വിഗ്രഹാരാധനയുടെ ചില ചടങ്ങുകൾ, ചിലതായ അനുഷ്ഠാനങ്ങൾ, ചില അന്ധവിശ്വാസങ്ങളിൽ, ചില വിട്ടുകളഞ്ഞ
കളഞ്ഞ പാരമ്പര്യ ആചാരങ്ങളിൽ ഇന്നും നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ മറന്നു പോകരുത്. നിങ്ങൾ വിഗ്രഹത്തെ വിട്ടിറങ്ങി തിരിച്ചെങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യ കർമ്മങ്ങളിലും ആയിരിക്കുമെങ്കിൽ നിങ്ങളും ഇന്ന് രാവിലെ വിഗ്രഹാരാധനയിൽ തന്നെയാണ്. ദൈവം നീക്കിക്കളയാൻ പറഞ്ഞപ്പോൾ വിഗ്രഹങ്ങളെ മാത്രമല്ല, ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള സകലതും നീക്കിക്കളയുവാനാണ് ദൈവം പറഞ്ഞത്. അല്പം അല്പം ഇന്ന് കാലം ശേഷിക്കുന്നു വെച്ചുവെങ്കിൽ മറക്കരുത്, അത് അടുത്ത ജനറേഷൻ ഒരു കെണിയായി കടന്നു വരാൻ പോകുകയാണ്. പൂർണ്ണമായി അതിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പുറത്തു വരുവാനാണ് ദൈവം നമ്മോട് സംസാരിച്ചത്. രണ്ടാമതൊരു വിഗ്രഹാരാധനയുണ്ട്. ദൈവത്തേക്കാൾ അധികമായി സ്നേഹിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തേക്കാൾ അധികമായി സ്നേഹിക്കുന്നത് നിന്റെ ഭർത്താവാണോ, നിന്റെ ഭാര്യയാണോ, നിന്റെ കുഞ്ഞുങ്ങളെയാണോ, നിന്റെ പണത്തെയാണോ, നിന്റെ ജോലിയാണോ, നിന്റെ സൗന്ദര്യമാണോ, എന്റർടൈൻമെന്റ്സ് ആണ്, എന്തു തന്നെയാണ്. ഒരു കാലത്ത് മുട്ടുമടക്കുവാൻ സമയമുണ്ടായിരുന്നു, വചനം വായിക്കുവാൻ സമയമുണ്ടായിരുന്നു, ആരാധിക്കുവാൻ സമയമുണ്ടായിരുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ പ്രവർത്തിക്കുവാൻ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും സമയമില്ല. വചനം വായിക്കുവാൻ പറയുമ്പോൾ തന്നെ നമുക്ക് കൊട്ടുവായിടാൻ തുടങ്ങും. ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് യാതൊരു വിഷയത്തിലും ഒരു ഇഷ്ടമില്ലാത്തൊരവസ്ഥ. കാരണം വിഗ്രഹാരാധനങ്ങളുടെ ജീവിതത്തിൽ വന്നു. ദൈവത്തേക്കാൾ അധികമായി സ്നേഹിക്കുവാൻ സമയം കൊടുക്കുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പതുക്കെ ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകലുവാനായിട്ട് തുടങ്ങി. നിങ്ങൾ ഇന്ന് രാവിലെ വിഗ്രഹാരാധനയിലാണ്. 3 പുതിയ നിയമസഭയിലേക്ക് വീണ്ടും കർത്താവിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നത് അത്യാഗ്രഹമെന്ന വിഗ്രഹാരാധന. ഇങ്ങനെ 3 രീതിയിലുള്ള വിഗ്രഹാരാധന പുതിയ നിയമസഭയിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും ഈ രീതിയിലുള്ള വിഗ്രഹാരാധന കീഴിൽ കിടക്കുന്നെങ്കിൽ മറന്നു പോകരുത്. നിന്റെ അടിസ്ഥാനം കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ജനറേഷൻ നീ കൈമാറിക്കൊണ്ടിരിക്കുന്നത് പ്യുവറായ തിരുവചനമല്ല, പ്യുവറായിരിക്കുന്ന ശുദ്ധമായ ഒരു കൈമാറ്റമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വചനം പറയുന്നു, ശീതോഷ്ടവാനായിരിക്കുന്ന അനുഭവം. ശീതവാനാണോ അതോ ഉഷ്ണവാനാണോ? ഇതൊന്നുമല്ല, ശീതോഷ്ടവാൻ. അതുമുണ്ട് ഇതുമുണ്ട്, എല്ലാം കൂടെ കൂട്ടി ചേർത്തിയത് അടുത്ത ജനറേഷൻ നീ കൈമാറുമ്പോൾ മറക്കരുത്. അല്പം ശേഷിച്ചത് അടുത്ത ജനറേഷൻ മുഴുവനായി ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഇതാ ശത്രുവിന്റെ കയ്യിൽ മിദ്യാനുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് സകലം നശിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ദൈവം പ്രവാചകനെ അയച്ചിട്ട് ജനത്തെ മടക്കി വരുത്തുന്നു. തിരിഞ്ഞു നോക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കൂ, നിന്നെ വിടുവിച്ച വിധങ്ങളെ തിരിഞ്ഞു നോക്കൂ. ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, എത്ര കഷ്ടതകൾ നിന്നെ വിടുവിച്ചു, എത്ര രോഗങ്ങളിൽ നിന്നെ വിടുവിച്ചു, ജോലിയില്ലാത്ത സ്ഥാനത്ത് നിനക്ക് ജോലി നൽകി, പലതും ഭൗതിക നന്മകൾ നിനക്ക് നൽകി. തിരിഞ്ഞു നോക്ക്, നിന്നെ ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചില്ലയോ, അതിരുകളെ വിശാലമാക്കിയില്ലയോ? നിനക്ക് ഒരു വീടാണോ? എത്ര വീടുകൾ, എത്ര കാറുകൾ, മെത്രമായി നൽകിയില്ലയോ? ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തുനിന്ന് ദൈവം അകന്നുപോയത് നീ അറിഞ്ഞുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇതൊക്കെ എന്തിനാ അങ്ങനെ നീക്കിക്കളെ? പണ്ട് നീക്കിക്കളഞ്ഞതൊക്കെ പിന്നെ നീ സ്വീകരിക്കുവാൻ തുടങ്ങി ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. പലതും ജാതീയ സംസ്കാരങ്ങൾ, ഈ രാജ്യത്തുള്ള കൾച്ചറുകളെല്ലാം നീ ഏറ്റെടുത്ത് ദൈവത്തിൽ നിന്ന് ദൈവികമായ കൾച്ചറായിരിക്കുന്ന വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നൊക്കെ നീ പതുക്കെ നീങ്ങി മാറി. അതെല്ലാം അടുത്ത ജനറേഷൻ ഒരു കെണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. മറക്കരുത്. ഇപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഇതാ ഞെരിഞ്ഞമർന്നിരിക്കുമ്പോൾ ദൈവശബ്ദം പ്രവാചകങ്ങൾ കൂടി അയക്കുകയാണ്. ഇന്ന് രാവിലെയും നീ ദൈവശബ്ദത്തിനായി കാതോർത്ത് നിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥ ദൈവശബ്ദം, യഥാർത്ഥ ദൈവത്തിന്റെ വിളി, യഥാർത്ഥ പ്രവാചകങ്ങൾ കൂടി വരുന്ന പ്രവചന ശബ്ദം എന്ന് പറയുന്നത് പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി നിന്നെ മടക്കി വരുത്തുന്നതായ വിളിയാണ്. പ്രവാചന ശബ്ദത്തിൽ കൂടെ കടന്നു വരുന്നത്. യെശയ്യാവിലും യിരെമ്യാവിലും പഴയ നിയമ പ്രവാചകന്മാരിലേക്ക് നോക്കൂ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
പ്രവചന ശബ്ദത്തിനകത്ത് അവൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. മകനെ, നീ ദൈവത്തിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. പലപ്പോഴും നമ്മൾ ആ ശബ്ദം കേൾക്കാറില്ല. അത് നമ്മൾ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ പിന്നെയും കാതോർത്ത് നിൽക്കുന്ന അനുഗ്രഹം പറയുന്നുണ്ടോ, വിടുതൽ കിട്ടുന്ന കാര്യം പറയുന്നുണ്ടോ, എനിക്ക് ജോലി കിട്ടുന്ന കാര്യം പറയുന്നുണ്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്താ, ജോലി വിടുതൽ കിട്ടുന്നതിന് മുമ്പേ ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ എന്നിലേക്ക് അടുത്തുവാ, മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് നീ അടുത്തുവാ. അതെ, നീ ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ചെയ്തു തീർക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു തരും. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യത്തില്ല, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ ഉണർത്തുക. ദൈവം ചെയ്യേ നോ, ഇന്ന് രാവിലെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്ന് അനുദമിച്ച് കർത്താവേ ചില കാര്യങ്ങളെല്ലാം ഞാൻ മടങ്ങി വരണം. ഇന്ന് രാവിലെ മടങ്ങി വരുന്ന കാര്യങ്ങളിലേക്ക് ദൈവത്തിന് ആത്മാവ് നമ്മെ വിളിക്കുന്നു. പലപ്പോഴും ഹല്ലേലൂയ ശിക്ഷണം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കറക്ഷൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് കാലം മറന്നു പോകരുത്. എന്നാൽ ദൈവിക പൈതലാണോ നീ, ദൈവികമായ ശുശ്രൂഷയുടെ കീഴിൽ നിൽക്കുന്നവനാണോ നീ, പ്രവാചകനായിരിക്കാം, അഭിഷിക്തനായിരിക്കാം, വിശ്വാസിയായിരിക്കാം, അപ്പോസ്തലനായിരിക്കാം, ആരായാലും ശരി, ഇന്ന് രാവിലെ മറക്കരുത്. നമ്മൾ ജഡത്തിൽ വസിക്കുന്നോളം കാലം നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻ, നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ ദാസന്മാര് വചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവിൽ കൂടി നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടില്ല. എന്നാൽ കർത്താവിനത് ഹിതമാണ്. ഹല്ലേലൂയ, കറക്ഷൻ, നിന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കർത്താവ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആ കറക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് എന്താണ് കുഞ്ഞേ? താഴ്മ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവം നമ്മെ കറക്റ്റ് ചെയ്യുമ്പോഴും അതിന് നടുവിലും താഴ്മയോടെ അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ താഴ്മ എന്ന് പറയുന്നത്, എന്നെ ഒരാൾ കറക്റ്റ് ചെയ്യുമ്പോൾ അതിന് എതിരെ സംസാരിക്കുന്നതല്ല താഴ്മ. താഴ്മ എന്ന് പറയുമ്പോൾ ഒരാൾ എന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ, ബ്രദറെ, സഹോദര, സഹോദരി, ഇന്ന സ്വഭാവം നിന്റെ ജീവിതത്തിലെ സ്വഭാവം ചേഞ്ച് ചെയ്യണം, നിന്റെ ജീവിതത്തിൽ ഇന്ന പ്രവൃത്തി ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെയും താഴ്മയോടെ നിന്നുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത്. കറക്ഷൻ ഇല്ലാത്ത ഒറ്റ വ്യക്തിയും ദൈവത്തിൽ പൂർണ്ണന്മാരാകത്തില്ല. എനിക്കും കറക്ഷൻ ആവശ്യമാണ്, എനിക്കും തിരുത്തൽ ആവശ്യമാകുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ പൂർണ്ണനായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മുടെ ജനറേഷൻ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഡിസിപ്ലിൻ, കറക്ഷൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചില കുത്തി മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ചില കറക്ഷനുകൾ. എന്നാൽ അവിടെയും ഹംബിൾ ചെയ്ത്, കർത്താവേ, ഇതെന്നെ തിരുത്തണം, എന്റെ ജീവിതത്തിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എനിക്ക് തിരുത്താനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയാണെങ്കിൽ നമ്മെ മേത്തരമായ ഉയർന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ കർത്താവ് ഇന്ന് കാലം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും മിദ്യാന്യരുടെ കീഴിൽ ഞെരിഞ്ഞമർന്നു കിടന്നപ്പോൾ പ്രവചന ശബ്ദം കേൾപ്പിച്ചിട്ട് ദൈവമാദ്യം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായി ദൈവശബ്ദം അവരെ കേൾപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദം കേൾപ്പിക്കാനുള്ള കാരണം ആമേൻ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവദാസി വായിച്ചതുപോലെ, മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ നിലവിളി എന്ന് പറയുന്നത് മടങ്ങിവരവിന്റെ നിലവിളിയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകനെ അയച്ചിട്ട് ദൈവം കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും ഭയത്തിലും നിരാശകളിലും ഞെരുക്കത്തിലും കൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇതാ പാളയത്തിലേക്ക് നോക്കുകയാണ്. ദൈവത്തിന് ഇതിന്റെ നടുവിൽ ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. എന്ത്? ദൈവം തന്റെ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ഒരു വ്യക്തിയെ കർത്താവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി പാളയത്തിൽ മുഴുവനും ഊടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്റെ ജനത്തിന്റെ കട്ടത ഞാൻ കണ്ടു, അവിടെ മടങ്ങി വരവ് ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു. ഇന്ന് പകൽക്കാലം നീ മടങ്ങി വരുവാൻ സമർപ്പിക്കുമ്പോൾ തന്നെ അത് യഥാർത്ഥ മടങ്ങി വരവ്, യഥാർത്ഥ സമർപ്പണമാണെങ്കിൽ ദൈവം മറുവശത്ത് ഉടനെ തന്നെ ആ ഘട്ടങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള വഴി, പോക്കുവഴിയും ദൈവം മറുവശത്ത് തുറക്കുന്നുണ്ട്.
ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെയാണ് സമർപ്പിക്കുന്നത്? വെറുതെ സമർപ്പിക്കുകയല്ല. കർത്താവേ, നിന്റെ തിരുവചനം കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. എന്റെ ജീവിതത്തിലെ പല ഭാഗപ്പിഴവുകളും എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ്, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് മടങ്ങി വരുവാൻ ഏൽപ്പിക്കുമ്പോൾ നിന്റെ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം ചില വ്യക്തികളെ നിന്റെ അടുക്കലേക്ക് അയക്കാൻ പോകുകയാണ്. ചിലപ്പോൾ നിന്നെ തന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തെ അവിടുന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ഒന്ന് വായിക്കുക 11-ാം വാക്യം. 6:11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവേശിന്റെ കരുവേലകത്തിൽ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ നോക്കൂ, ശത്രുഭയം നിമിത്തം ജനങ്ങളെല്ലാം ഇപ്പോൾ ഗുഹയ്ക്കകത്ത് ഒളിച്ചു പാർത്തിരിക്കുക. അവിടെ പുറത്തിറങ്ങാൻ വയ്യ, ശത്രുഭയം. എന്നാൽ ഇങ്ങനെ ഈ ശത്രുഭയം നീക്കി നിൽക്കുമ്പോൾ പാളയത്തിൽ തന്നെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയം നിമിത്തം മറ്റുള്ളവരെ പോലെ അവൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്. അവൻ പുറത്തിറങ്ങിയിട്ട് സാധാരണ മൃഗങ്ങളെ ഉപയോഗിച്ച് കറ്റ മെതിക്കുന്ന സ്ഥാനത്ത് താൻ കുറേശ്ശെ ഗോതമ്പ് കതിരുകൾ എടുത്ത് താൻ കാലുകൾ കൊണ്ട് മെതിച്ചുകൊണ്ടിരിക്കുന്നു. ഓർക്കണം, അതുപോലും ചെയ്യുവാൻ ആ പാളയത്തിൽ ഒറ്റ വ്യക്തിയും തയ്യാറാകാതെ എല്ലാവരും ശത്രുവിനെ ഭയപ്പെട്ട് വീട്ടിന്റെ അകത്ത് ഞെരുങ്ങി നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഗിദെയോൻ എന്നൊരു വ്യക്തി അവിടെ നോക്കൂ, മുന്തിരിച്ചക്കിന്റെ അടുക്കൽ, സാധാരണ മുന്തിരിച്ചക്കിന്റെ അടുക്കൽ ഗോതമ്പ് മെതിക്കത്തില്ല. അപ്പോൾ ശത്രു ഒരിക്കലും ആ സ്ഥലത്തേക്ക് നോക്കുന്നത് പോലുമില്ല. അങ്ങനെയെങ്കിൽ ഈ മുന്തിരിച്ചക്കിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഗോതമ്പ് താൻ ആ മെതിക്കുമ്പോൾ ശത്രു നോക്കത്തില്ല. അതുകൊണ്ട് താൻ ബുദ്ധിപൂർവമാണ് അവിടെ നിന്ന് അത് പ്രവർത്തിക്കുന്നത്, താൻ മെതിക്കുന്നത്. അപ്പോൾ ദൈവം അവനെ നോക്കിയാണ്. മറ്റുള്ളവരെല്ലാം ഭയന്ന് നിരാശപ്പെട്ട്, ഓ എന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു ഭയത്താൽ ഗുഹയ്ക്കകത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോൾ ഇവിടെ ആ പാളയത്തിൽ തന്നെ ഒരുവനെ ദൈവം നോക്കുമ്പോൾ അവൻ ചില പ്രത്യേക സ്റ്റെപ്പുകൾ എടുത്തു വെക്കുകയാണ്. അവൻ ഭയമില്ലാത്ത ചില സ്റ്റെപ്പുകൾ, ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ അവൻ അവിടെ എടുത്തു വെക്കുന്ന സ്വർഗം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇന്ന് രാവിലെ നിന്റെ ഭവനത്തിന്റെ അകത്ത് മുഴുവനും ഞെരിഞ്ഞമർന്ന് ശത്രു അവൻ കൊണ്ടുവന്ന് ഞെരുക്കി നിൽക്കുമ്പോൾ അതിന് നടുവിൽ നിന്നെ ഇന്ന് രാവിലെ നോക്കുന്നു. നീ എടുത്തു വെക്കുന്ന പുതിയ ചില തീരുമാനങ്ങൾ, ചില സ്റ്റെപ്പുകൾ, അതിന് മുമ്പിൽ നീ ധൈര്യത്തോടെ നിൽക്കുന്നതായ ആ വാക്കുകൾ, സ്റ്റെപ്പുകളൊക്കെയും ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ദൈവം നോക്കുമ്പോൾ ഗിദെയോന്റെ ഈ പ്രവൃത്തിയെ ദൈവം പ്രത്യേകമായി നോക്കി നിൽക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അവൻ മറ്റുള്ളത് നോക്കുന്നു, അവരെല്ലാം വിതച്ചതാണ്, പക്ഷെ കൊയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ഗിദെയോൻ കൊയ്യുക മാത്രമല്ല, ആ പാളയത്തിൽ അവൻ അത് മെതിക്കുകയും കൂടെ ചെയ്യുന്ന ക്രിയകൾ ദൈവം കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ ഈ പ്രത്യേകമായ പരാക്രമത്തെ കണ്ടുകൊണ്ടാണ് ദൈവം അവനെ വിളിക്കുന്നത്. അല്ലയോ പരാക്രമശാലിയായി, യഹോവ നിന്നോട് കൂടെയുണ്ട്. പാളയത്തിൽ എല്ലാവരും ഭയന്ന് വിറച്ച് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അവൻ കാണിച്ച ഈ പരാക്രമത്തെ ദൈവം നോക്കി നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കുടുംബത്തിന്റെ ഉള്ളറകൾ നീ എടുത്ത ചില തീരുമാനങ്ങൾ, നീ എടുക്കുന്നതായ ഓരോ സ്റ്റെപ്പിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാവിലെ നിന്നെ ശക്തീകരിക്കുവാൻ അത് മതി, ആ ശക്തി മതി. ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്കത് മനസ്സിലായി. നിന്റെ വീട്ടിന്റെ അകത്ത് നീ ഏകനായിട്ട് നിൽക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, നീ എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ, നിനക്ക് കഴിവില്ല, നിനക്ക് ശക്തിയില്ലെന്നൊക്കെ ദൈവത്തിനറിയാം. എന്നാൽ പറഞ്ഞു, നീ ആ എടുത്ത സ്റ്റെപ്പ് ഞാൻ കണ്ടു, ഞാൻ നിന്റെ കൂടെയുണ്ട്.
ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എന്നാൽ പൂർണ്ണ ശക്തിയുള്ളവൻ ഇതാ നിന്റെ കൂടെ നിൽക്കുന്നു. ഹല്ലേലൂയ. ബലവാനായവൻ, ശക്തനായവൻ നിന്റെ കൂടെ നിന്നുകൊണ്ട് നിന്നെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ മുഴുവനും മിദ്യാനിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ എടുത്തുപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഗിദെയോനെ കൊണ്ട് ആദ്യം ദൈവം ചെയ്തെടുപ്പിച്ചത് എന്താണെന്ന് ഹല്ലേലൂയ അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഗിദെയോനെ കൊണ്ട് ദൈവം ആദ്യം ചെയ്തത് തന്റെ ഭവനത്തിന്റെ അകത്തുള്ള വിഗ്രഹാരാധനയെ തച്ചുടച്ച് ആ കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ട് ആദ്യമായിട്ട് കാണുവാൻ കഴിയും. മനശ്ശഗോത്രത്തിന്റെ അകത്ത് എങ്ങനെ ഈ വിഗ്രഹാരാധന കടന്നു വന്നു? ഒരിക്കൽ സത്യാരാധന നടന്നിരുന്നതായ സത്യവചനത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന മനുഷ്യഗോത്രത്തിന്റെ അകത്ത് ഇപ്പോൾ ബാൽവിഗ്രഹത്തിന്റെ യാഗപീഠങ്ങളുമാണ് അതിനകത്ത് ഇരിക്കുന്നത്. ദൈവം ആദ്യം എന്ത് ചെയ്തു? സ്വന്തം ഭവനത്തിന്റെ അകത്തുള്ളതായ ആ പ്രതിഷ്ഠകളെ തച്ചുടച്ച് അവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ഗിദെയോനെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ നിന്റെ ഭവനത്തെ ആ പൈശാചിക ശക്തിയിൽ നിന്നും അടിമനുഖത്തുനിന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് ദൈവ സഹോദരി നിന്നെ ഇന്ന് രാവിലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദര, നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നിന്റെ ചില പ്രത്യേകമായ തീരുമാനങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവരെല്ലാം ഭയന്ന് വിറച്ച് അയ്യോ ഇത് ഞങ്ങളുടെ തലയിലെഴുത്തെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഞങ്ങളുടെ ഗതി എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ പിന്മാറി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ നിന്റെ ഭയത്തിൽ ആ ഭയപ്പെട്ടിരിക്കുന്ന ജലത്ത് നടുവിൽ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാൻ പോകുകയാണ്. കാരണം നീ എടുത്ത തീരുമാനങ്ങൾ, നിന്റെ ചില ചുവടുകൾ, നിന്റേതായ സ്വയമേ നീ മുന്നോട്ടെടുത്ത് വെച്ചതായ ആ പാതകളെ സ്വർഗം നോക്കിയിട്ട് പറയുന്നു എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 25-ഉം 26-ഉം വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. നോക്കുക, മനുഷ്യ ഗോത്രത്തിന്റെ അകത്ത്, അവന്റെ ഭവനത്തിന്റെ അകത്ത് നിന്ന് എന്നേക്കുമായി അന്യാരാധനയെ നീക്കിക്കളയുവാൻ ഗിദെയോനെ ദൈവം എടുത്തുപയോഗിക്കുന്നു. ഇന്ന് രാവിലെ നിനക്കത് ഭയമായി തോന്നിയേക്കാം. കർത്താവേ, എന്റെ ഭവനത്തിൽ നിന്ന് എങ്ങനെ നീക്കി മാറ്റും? എന്നാൽ നിന്നെ കൊണ്ട് തന്നെ ദൈവം അത് ചെയ്തെടുപ്പിക്കും. എന്നെ കൊണ്ട് അത് ചെയ്തെടുപ്പിച്ചെങ്കിൽ ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന നിന്നെ കൊണ്ട് നിന്റെ ഭവനത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് ബലഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്ന, പോഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന നിന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുന്നു. പക്ഷെ നീ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടരുത്. കർത്താവേ, ഇതെല്ലാം തെറ്റാണെന്നറിയാം, ഈ ആചാരങ്ങൾ, ഈ അനുഷ്ഠാനങ്ങൾ തെറ്റാണെന്നറിയാം, എന്റെ തലമുറയിൽ നിന്ന് വിടുവിക്കണം, എന്റെ കുടുംബത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരണം. അതെ, ഇന്ന് രാവിലെ നിനക്കത് ബോധ്യമായെങ്കിൽ ഇന്ന് രാവിലെ ചില ചുവടുകൾ നീ മുന്നോട്ടെടുത്തു വെക്ക്. എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുന്ന സ്ഥാനത്ത് നീ ഇന്ന് രാവിലെ ചില ചുവടുകൾ മുന്നോട്ടെടുത്തു വെക്കുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുത്തു വെക്കുമ്പോൾ നിന്റെ ബലഹീനത ദൈവത്തിനറിയാം, നിനക്ക് ശക്തിയില്ലെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ആ സ്റ്റെപ്പ് നീ ഒന്നാമത് കർത്താവ്, നീ എന്നോട് അടുത്തു വരുവീൻ, ഞാൻ നിന്നോട് അടുത്തു വരാം. നീ ആദ്യം 2 സ്റ്റെപ്പ് നീ മുന്നോട്ടെടുത്തു പോയി, ദൈവം അതേപോലെ സ്റ്റെപ്പുകൾ നിന്റെ അടുക്കിലേക്ക് തിരിച്ചെടുത്ത് വെക്കുന്ന ദൈവമാണ്. അല്ല, നീ ഒറ്റയ്ക്കല്ല അത് ചെയ്യാൻ പോകുന്നത്, ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഗിദെയോനെ കൊണ്ട് ആ ഭവനത്തെ മുഴുവനും ശുദ്ധീകരിച്ച് ആ ഭവനത്തെ മുഴുവനും അവൻ സത്യാരാധനയിലേക്ക് മടക്കി വരുത്തിയെങ്കിൽ ഇന്ന് രാവിലെ ബലഹീനമായിരിക്കുന്ന സഹോദരി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന് മറുപടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടല്ല ചെയ്തെടുപ്പിക്കാൻ പോകുന്നത്, നിന്നെ കൊണ്ട് തന്നെ നിന്റെ ഭവനത്തെ മുഴുവനും വീണ്ടെടുക്കേണ്ടതിന് ദൈവം നിന്നെ ഒരു ആയുധമാക്കി കർത്താവിന്റെ കയ്യിലെ ഭൂമിയിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു മൂർച്ചയേറി ആയുധമാക്കി നിന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. നീ അവിടെ നിന്ന് പറയരുത്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, ഞാനൊരു സ്ത്രീയാണ് കർത്താവേ, എന്റെ കുലം വളരെ ചെറുതാ. ഇതൊന്നും നീ പറയേണ്ട കാര്യമല്ല. നീ എടുത്തു വെച്ച തീരുമാനങ്ങളും നീ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധ കേട്ടിട്ട് പറഞ്ഞു, എനിക്കത് മതി, എനിക്ക് പ്രവർത്തിക്കാൻ ഒരു വ്യക്തി എനിക്ക് ആവശ്യമാണ്. പരിശുദ്ധമാവൻ ഈ അന്ത്യകാലത്ത്
നിന്റെ ഭവനത്തിൽ പ്രവർത്തിക്കുവാൻ ആത്മാവിനൊരു വ്യക്തി ആവശ്യമുണ്ട്. അത് നീ തന്നെയാണ് സഹോദരി, അത് നീ തന്നെയാണ്. നിന്റെ ആ ധൈര്യം ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ സ്റ്റെപ്പുകൾ ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ വ്യക്തമായ തീരുമാനങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില വ്യക്തികളെ ഇന്ന് രാവിലെ നോക്കി പരിശുദ്ധമ പറയുകയാണ്, അല്ല എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒരു കാലത്ത് ഈ രാജ്യത്ത് വന്നതാണ് സത്യാരാധന. ആരാധിച്ച സഹോദരിയാണ്. ആരാധനയുടെ സമയത്ത് നീ കുതിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ച സഹോദരി, ഇപ്പോൾ ആരാധന നിന്റെ വായിൽ നിന്ന് വിട്ടുപോയി. സ്തോത്രം ചെയ്തിട്ട് വർഷങ്ങളായി. നീ ഇന്ന് കെട്ടപ്പെട്ടവനെ പോലെ കിടക്കുന്നു. ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധമ പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വരിക. നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിന്നെ ഒരു നിന്നെ ഒരു തീ പന്തം പോലെ നിന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നിന്റെ വയസ്സ് എനിക്കൊരു പ്രശ്നമല്ല, നിന്റെ വിദ്യാഭ്യാസം എനിക്കൊരു പ്രശ്നമല്ല, നിന്റെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇന്ന് രാവിലെ നിന്റെ സമർപ്പണം നിന്റെ ചുവടുകൾ മുന്നോട്ടെടുത്ത് വെച്ച് മടങ്ങി വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഇന്ന് രാവിലെ നിന്നെ ദൈവം ഉപയോഗിക്കാനായിട്ട് പോകുന്നു. ചില വ്യക്തികളെ അവിടെ ബന്ധനങ്ങൾ അടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ഇന്ന് രാവിലെ കണ്ടുകൊണ്ട് വിളിക്കുകയാണ്. ഹല്ലേലൂയ. നാം യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ചില വാക്കുകൾ മാത്രം വായിച്ച് 22, 23 വാക്യങ്ങൾ ഒന്ന് വായിക്കുക. യെശയ്യാവ് 42-ന്റെ 22, 23 വാക്യങ്ങൾ. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും? ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? മോഷ്ടിച്ചും അറുക്കപ്പെട്ടും തകർന്നു വിരിക്കുന്ന ഭവനം, ഇതിനെ അവിടെ നിന്ന് വിടുവെച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. എല്ലാവരും ഭയന്ന് വിറച്ച് നിരാശപ്പെട്ടിരിക്കുന്ന നടുവിൽ നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ്, ഇല്ല ഇല്ല, എന്റെ ഭവനത്തിനെ ഞാൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും, മടക്കി തരിക. വർഷങ്ങളായി മോട്ടിച്ച് അറുത്ത് മുടിപ്പിച്ച് എന്റെ തലമുറയുടെ ഭാവി, എന്റെ കുടുംബത്തിന്റെ എല്ലാം അടിസ്ഥാനങ്ങളെ പോലും കുരുക്കി തകർത്തുകൊണ്ടിരിക്കുന്ന പിശാചിൽ നിന്ന് ഇന്ന് രാവിലെ സകലത്തിനെ ഞാൻ മടക്കിയെടുക്കുന്ന ദിവസങ്ങളാണ്. ദൈവമേ, നിന്റെ ശബ്ദത്തിനാ ഞാൻ ചെവി താക്കുകയാണ്. നിന്റെ ശബ്ദത്തിന് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ ഇതാ ഏൽപ്പിച്ചു തരുന്നു. എനിക്ക് ശക്തിയില്ല, എനിക്ക് ബലമില്ല, എന്നാൽ എനിക്കിത് മടക്കിയെടുക്കണം. എന്റെ അവകാശങ്ങളെ മടക്കിയെടുക്കണം. ഇനി ഈ രാജ്യത്ത് കിടന്ന് നട്ടം തിരിവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു മടങ്ങി വരവ്, എന്റെ തലമുറയൊന്ന് മടക്കിയെടുക്കണം കർത്താവേ. അതിന് നീ എന്നെ ഉപയോഗിക്കണമേ. അടിനിതാ ഇന്ന് രാവിലെ ദൈവശബ്ദം നീ സമർപ്പിച്ചു കൊടുത്താ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുന്നു. നിന്റെ വാക്കുകൾക്ക് ശക്തി നൽകി, നിനക്ക് ജ്ഞാനം നൽകി. ഗിദെയോന് കൊടുത്ത ജ്ഞാനം, ഗിദെയോന് കൊടുത്ത ആ ശക്തി സ്വന്തം ഭവനത്തിന്റെ അകത്ത് കയറി വർഷങ്ങളായി ആരാധിച്ചിരിക്കുന്ന ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞ് അവിടെ സത്യാരാധന വെളിപ്പെടുത്തി എടുക്കണമെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല കുഞ്ഞെ. ദൈവം അവന്റെ കൂടെ ഉള്ളത് കൊണ്ടാണത് ചെയ്തത്. നിനക്ക് സ്വയമായത് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിനക്ക് ശക്തി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ അന്യാരാധനയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ, ഞെരുക്കത്തിന് തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ, പിശാചിന്റെ അഡിക്ഷൻ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ഭവനത്തിൽ നിന്ന് ഒരു ശബ്ദം ഉയർത്തുവാൻ മടക്കി തരിക എന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വിളിച്ചു പറയുവാൻ മിദ്യാന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്ന ഇസ്രായേലിനെ, ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ഒരു ഗിദെയോനെ എടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ ജനറേഷന് നടുവിൽ ഇന്ന് രാവിലെ സഹോദരി നിന്നെ നോക്കി എന്റെ കർത്താവ് ഇന്ന് രാവിലെ വിളിക്കുന്നു. ഒരു ദെബോറായി എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് രാവിലെ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, സഹോദര നിന്നെ ഒരു ഗിദെയോനെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാവിലെ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ആകാമെ അടയ്ക്ക്. നിന്റെ പരാക്രമം ഇന്ന് രാവിലെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരും ചെയ്യാത്ത ചില സ്റ്റെപ്പുകൾ എല്ലാവരും ഭയന്ന് വിറച്ച്
പാരമ്പര്യത്തിൽ തൂങ്ങി പിടിച്ചു കിടക്കുമ്പോ ഇന്ന് രാവിലെ നീ എഴുന്നേറ്റ് ചെയ്ത ചില സ്റ്റെപ്പുകളെ ദൈവം കണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ശാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് തിരിഞ്ഞു നോക്ക്. എവിടെയെങ്കിലും ഇന്ന് രാവിലെ നീ പിന്മാറ്റത്തിലേക്ക് പോയോ? ഈ രാജ്യത്തോ അനുഗ്രഹങ്ങൾ കടന്നു വന്നപ്പോൾ സത്യാരാധന വിട്ടുപോയോ? ഉപദേശങ്ങളെല്ലാം നീ കാറ്റിൽ പറപ്പിച്ചു കളഞ്ഞോ? ഇന്ന് രാവിലെ മടങ്ങി വരിക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞേ. ഇന്ന് വൽക്കാലം ഹല്ലേലൂയ. ദൈവം നിന്റെ പരാക്രമത്തെ കണ്ട് ഇന്ന് രാവിലെ വിളിക്കുന്നു, ഗിദെയോനെ, പരാക്രമശാലിയെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ സഹോദരി, നീ എടുത്ത വ്യക്തമായ ചില തീരുമാനം, ഭവനത്തിൽ ആരും അത് തീരുമാനമെടുത്തില്ല, നീ തന്നെ ഏകയായി എടുത്ത ചില തീരുമാനങ്ങളുടെ മേൽ ദൈവം കണ്ടിട്ട് പറയുന്നു, ഉറച്ചു നിൽക്ക്, സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്ക്. ഇനിയും പിന്മാറി പോകരുത്. ഉറച്ചു നിന്ന് സ്വാതന്ത്ര്യം ക്രിസ്തുവേശു സാക്ഷാ നൽകിയ സ്വാതന്ത്ര്യം നീ ഉറച്ചു നിന്നുകൊണ്ട് അരകെട്ട് നിൽക്ക്. നിന്നെ കൊണ്ട് തന്നെ നിന്റെ ഭവനത്തെ മുഴുവനും വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നു. നിന്റെ ആരാധനയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നു. നിന്റെ ഭയത്തെ എടുത്തുമാറ്റി, നിന്റെ നിരാശകളെ എടുത്തുമാറ്റി ഒരു ഗിദെയോന്റെ കൂടെ എന്റെ ദൈവം ഇരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരുന്നുകൊണ്ട് നിന്നെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഹല്ലേലൂയ പൗലോസ് മുഖാന്തരം എഫെസോസിൽ അസാധാരണമായ പ്രവർത്തികൾ ചെയ്തുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിന്റെ സ്റ്റേറ്റിൽ, നിന്റെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെ കൊണ്ട് അസാധാരണമായ ചില പ്രവൃത്തികൾ ചെയ്തെടുപ്പിക്കുവാൻ ദൈവം ഇന്ന് കാലം ആഗ്രഹിക്കുന്നു. സാധാരണ പ്രവൃത്തികളല്ല, അസാധാരണ പ്രവൃത്തികൾ നിന്നിൽ കൂടെ ചെയ്തെടുപ്പിക്കുവാൻ ഹല്ലേലൂയ കഴിയും. കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ, എന്നെ കൊണ്ട് നീ ഉപയോഗിച്ച വഴികൾക്കായി സ്തോത്രം. എന്റെ ഭവനത്തെ മുഴുവനും വീണ്ടെടുക്കേണ്ടതിന് നീ എന്നെ എടുത്ത് ഉപയോഗിച്ചല്ലോപ്പാ, നന്ദി പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. നീ ഏകയായിട്ടായിരിക്കുന്നത് രാവിലെ ആരാധിക്കുന്നത്. അല്പകാലം കഴിയുമ്പോൾ നിന്റെ ഭവനവും ഒരുമിച്ചിരുന്ന് സത്യാരാധനയ്ക്കായി വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നീ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ കൊണ്ട് ദൈവം അത് ചെയ്തെടുപ്പിക്കാനായി തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ ഈ വചനത്തിൽ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു മടങ്ങി വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഒരു പരാക്രമശാലിയെ പോലെ ഇന്ന് രാവിലെ നീ സ്വട്ട കുടിച്ചൊന്ന് എഴുന്നേൽക്കുവാൻ നീ തയ്യാറാകുമോ? അല്ലേ, ഈ രാജ്യത്ത് വന്ന ദൈവജനമേ, നീ എവിടെയൊക്കെയാണ് നീക്കിക്കളയാൻ പറഞ്ഞത് നീക്കിക്കളയാതെ അല്പം അതും കൊണ്ട് നടന്ന് അതെല്ലാം കെണിയായി, അല്ലെങ്കിൽ അടുത്ത ജനറേഷന് അതൊരു കെണിയായി മാറി. അവരെല്ലാം ദൈവത്തിന് അകന്നു പോയില്ലയോ? ഉപദേശം വിട്ടുപോയില്ലയോ? കാരണമെന്ത്? നീ കൈമാറിയത് അതായിരുന്നു. ഇന്ന് വാക്കാലം മടങ്ങി വരിക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുകടച്ച് ദൈവസ്ഥലേക്ക് അടുത്തു വന്ന് സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ ഒന്ന് കണ്ണുകടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തോട് ഇന്ന് രാവിലെ വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. വലിയൊരു മടങ്ങി വരവ് ഇന്ന് ഞങ്ങളുടെ ഇത് നൽകുന്നതിനായി സ്തോത്രം. ഗിദെയോനെ പോലെ, പരാക്രമശാലിയെ പോലെ എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്ത് എന്റെ കുടുംബ ദേശത്തെ വിടുവിച്ച് കൊണ്ടുവരേണ്ടതിന് അടിനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവനങ്ങളെ സമർപ്പിക്കുവാൻ കർത്താവേ, രാവിലെ നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമേ. ജനത്തെ നീ തട്ടി ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാസിക്കായി പ്രളയനെ മുഴുവനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായി നന്ദി കർത്താവേ, നന്ദി. സുധനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, ഒരുപാട് കോൺഫറൻസിനെ ഏൽപ്പിക്കുന്നു. വലിയൊരു ഉടമവിന്റെ കാറ്റവെല്ലാം നീ വീശിയാട്ടപ്പാ, വൻകാര്യങ്ങൾ ചെയ്യണമേ അപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒരല്പനേരം കൂടെ നിൽക്കുമോ? കൂടുതൽ നേരമില്ല, ഒരല്പനേരം. ദൈവമക്കളെ, നമുക്ക് പിന്നെ സമറൈസ് ചെയ്യാം. നമുക്ക് ഇപ്പൊ എല്ലാവരും ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിൽ സമർപ്പിച്ചവരെല്ലാം ഒന്ന് വാ തുറന്നൊന്ന് സമർപ്പിച്ച്, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നു, ഇന്ന് രാവിലെ ഞാൻ സമർപ്പിക്കുന്നു ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ കർത്താവിങ്കിലേക്ക് വരാനുണ്ട്. അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ഗിദെയോനെ ദൈവം എടുത്ത് ഉപയോഗിച്ചതുപോലെ എന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കണമേ എന്നൊന്ന് വാ തുറന്നൊന്ന് സമർപ്പിച്ചാട്ട്. സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിയനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അടിയനെ ഗിദെയോനെ പോലെ എന്റെ കുടുംബത്തിന് വേണ്ടി വരുന്നവർക്ക് വേണ്ടി അടിയനെ താഴ്ച സമർപ്പിക്കുന്നു. ദേവദാസനെ കേൾപ്പിക്കുവാനും വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോക്കിയതിന്
സ്റ്റെപ്പ് 1 എക്സാം എടുത്തുകൊണ്ടിരിക്കുക. 8 hours നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവനെ ദൈവം എടുത്ത് ഉപയോഗിക്കാനും ഒരു മിഷണറിയായി തീരാനും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വചനത്തിന്റെ പേരിൽ ഞാൻ എന്നെ സംസാരിച്ചത് എന്നോടാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 3 പേരെ 3 ആവശ്യത്തിന് ഏൽപ്പിക്കുന്നു. ദൈവം അതിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബം കുഞ്ഞുങ്ങളും രക്ഷയിലേക്ക് വരുവാനും മടങ്ങി വരുവാനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് 2 സ്പോക്കൺ മിഷൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏൽപ്പിക്കുന്ന ഒരു ദിവ്യനെ പോലെ എഴുന്നേറ്റ് ശത്രുക്കൊള്ളയായി കവർച്ചയായി കൊണ്ടുപോയ അകലത്തെ മടക്കി കൊണ്ടുവരാൻ കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന അടിയനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൽപ്പിച്ച മുമ്പിൽ എല്ലാവരും സമർപ്പിക്കുന്നു. പ്രത്യേകം എനിക്ക് 2 വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛനെ തലവേദനയാല ഭാരപ്പെടുന്നവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ കൊച്ചുമകളെ യൂറിൻ ഇൻഫെക്ഷനാല ഭാരപ്പെടുന്നു. 2 വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെയും താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. രക്ഷയിലേക്ക് വരാത്ത കുടുംബാംഗങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. ഈ വചനത്തിൽ കുടുംബത്തെ സമർപ്പിക്കുന്ന എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. എന്റെ പ്രിയപ്പെട്ടവൻ പാരമ്പര്യത്തിൽ കുടുങ്ങിയിരിക്കാൻ അവിടുന്ന് വിടുതൽ വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. എന്റെ 4 കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്നു സമർപ്പിക്കുന്നു. എനിക്ക് എന്റെ കുടുംബത്തെ അപേക്ഷിക്കുന്നു. കേട്ട വചനം എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ട് മടക്കി തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലെ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസലോടെ ഇന്ന് കേൾപ്പിച്ച ആ തിരുവചനത്തിന് മുമ്പിൽ എന്നെയും കുടുംബത്തെയും പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. തന്നെ ശനിയാഴ്ച ഒരു ദൈവദാസി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്ന വചനമാണ്. ചെയ്തപ്പം തന്നെ ദൈവത്തിന്റെ ദാസനിൽ നിന്ന് ദെബോറ പ്രവാചകിയെ കുറിച്ചും യായേൽ 2 സ്ത്രീകൾ ചെയ്ത ഓരോന്നും സഹോദരിമാരുടെ മീറ്റിങ്ങില് ഞങ്ങളെ വളരെ പറഞ്ഞു മനസ്സിലാക്കി ശത്രു കൊണ്ടുപോയതിനെ പിടിച്ചെടുക്കാൻ തന്ന ദൈവകൃപയോടെ സാറ്റർഡേയും സൺഡേയും മുന്നോട്ട് വന്നപ്പം ഒരു കൺഫർമേഷൻ ആയിട്ട് ദൈവത്തിന്റെ ദാസനിൽ കൂടെ എന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സഭയെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. കെണിയാക്കി കൊണ്ട് ചില അവകാശങ്ങൾ അതിനെ മടക്കി കൊണ്ടുവന്ന് ദെബോറയെ പോലെ എന്നെ ഉപയോഗിക്കണേ എന്ന്, ഗിദെയോനെ പോലെ എനിക്ക് ധൈര്യത്തോട് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ കൃപ തരണേ എന്ന് ചോദിച്ചോളുന്നു. പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചിരുന്ന കൊണ്ടുപോയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ സഹോദരങ്ങളും കുഞ്ഞുങ്ങളൊക്കെയും പൂർണ്ണമായി നിന്റെ സന്നിധിയിൽ പാലിക്കണം. നിനക്ക് ഒരു ഏൽപ്പിച്ചു തരുന്നതിനായി കുടുംബത്തിൽ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ എടുക്കാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചിലരെയൊക്കെ ഭാഗത്തിലുള്ളവരെ ഒക്കെ വിടുവിച്ചെടുക്കുവാനൊക്കെ വേണം സഹായിക്കേണ്ടതിന് ദേവദാസൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ സമർപ്പിച്ചു. പല സമർപ്പണ വാക്കുകളും എനിക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ആ സമർപ്പണ വാക്കുകളെല്ലാം കേട്ട ഒരുവനുണ്ട്. അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുന്നിലാണ് ഇന്ന് രാവിലെ നിങ്ങൾ സമർപ്പിച്ചത്. ഒരു മനുഷ്യൻ കേൾക്കാനല്ല. നിങ്ങളുടെ സമർപ്പണങ്ങളും നിങ്ങളുടെ ചുവടുകളും നിങ്ങൾ എടുത്തു വെക്കുന്ന തീരുമാനങ്ങളും
കണ്ടു നിൽക്കുന്ന ഒരുവനുണ്ട്. അത് കണ്ടിട്ടാണ് ഗിദയോട് പറഞ്ഞ പോലത്തെ അതേ ശബ്ദം നിന്നെ കേൾപ്പിക്കുന്നത്. പരാക്രമശാലിയെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് ഇപ്പൊ അത്ര ഒരു ചെറിയ ബലമേ ഉള്ളൂ. ആ ബലത്തോട് നീ പോക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പൽക്കാലം നീ സമർപ്പിച്ച സമർപ്പണത്തെ നോക്കി കർത്താവിന്റെ പൽക്കാലം ഈ ബലത്തോടെ നീ പോകാം. അല്പമേ ശക്തിയുള്ളൂ, നീ അല്പമേ ശക്തിയുള്ളൂ ഇതെല്ലാം കർത്താവിന് അറിയാം. നീ സഹോദരിയാണ്, നീ ഒരു സ്ത്രീയാണ്, നീ ഒരു സഹോദരനാണ്, എന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാണ്. ഇതെല്ലാം കർത്താവിന് അറിയാം. വിദ്യാഭ്യാസം ഇല്ലെന്നും ഒക്കെ കർത്താവിന് അറിയാം. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ സമർപ്പണത്തെ, നിന്റെ വാക്കുകളെ, നീ എടുത്ത തീരുമാനങ്ങളെ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്റെ ഭവനത്തിൽ ഇളകി മറിഞ്ഞു കിടക്കുന്ന ആ കോലാഹലത്തിന് നടുവിൽ നീ എടുത്തു വെക്കുന്ന സ്റ്റെപ്പുകളെ ഇന്ന് രാവിലെ കർത്താവ് കാണുന്നു. ഇത് വെറുതെ പറഞ്ഞ ഒരു വാക്കുകളായി മാറരുത്. ദൈവത്തിന് മുന്നിൽ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ കേൾക്കാതിരിക്കുകയല്ല, അതിലുപരിയായി ദൈവം നിന്റെ ശബ്ദത്തെ ഇന്ന് രാവിലെ കേട്ടിട്ട് പറയുന്നു, പരാക്രമശാലിയെ, ധൈര്യമായിരിക്ക, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കുലം എത്രയോ ആയിക്കോട്ടെ, നീ ഏത് രീതിയിലായിക്കോട്ടെ, നിന്നെ ഞാൻ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുകയാണ്. നീ കുറിച്ചിട്ടുകൊള്ളു. ഈ വരുന്ന ദിവസങ്ങൾ നിന്നെ കൊണ്ട്, കഴിഞ്ഞ നാളുകളിൽ ഇത് എങ്ങനെ ഞാൻ ചെയ്തു എടുക്കും കർത്താവ്, ഞാനിത് എങ്ങനെ ഇത് പറയുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ച്, നിന്നെ കൊണ്ട് തന്നെ ചെയ്തെടുപ്പിച്ച് ചില വൻ വൃക്ഷങ്ങളെ വെട്ടിയെടുക്കുന്ന പോലെ നിന്റെ പ്രാർത്ഥനയാ, നിന്റെ ആരാധനയാ, നിന്റെ വിശ്വാസത്താ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. മറന്നു പോകരുത്. കുറിച്ചിട്ട് കൊള്ളുക. ഇന്നത്തെ പൽക്കാല ഡേറ്റ് നീ കുറിച്ചിട്ടിട്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിൽക്ക. നിന്നെ ധൈര്യശാലി മാറ്റി. നിന്റെ സ്വന്തക്കാർ പറയും, ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി, ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്ന് നിന്നെ കണ്ട് ചോദിക്കുമാറ് നിന്നെ ആള് മാറ്റുന്ന പോലെ മാറ്റി തീർക്കുന്ന ദിവസങ്ങളാക്കി മാറ്റുന്ന ദിവസങ്ങളാണ്. എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ ജനത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ. പലത് കണ്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ കാലം വിട്ടുമാറുക. ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, ആവശ്യമില്ലാത്ത വെല്ലുവിളികളിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് ഞരങ്ങുന്ന ജീവനങ്ങളെ ഈ പോഷണ പുനരുസ്ഥാന ശക്തി ഇറങ്ങുവാൻ ഞാൻ കൽപ്പിക്കുന്നു. രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ശാരീരികമായ ക്ഷീണങ്ങൾ ഭവനത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെല്ലാം വ്യാപരിക്കുന്ന രോഗങ്ങളുടെ മേൽ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അട്ടിപ്പിണറുകളാണ് സൗഖ്യം ഇപ്പോൾ തന്നെ ശക്തിയോട്, വചനത്തിന്റെ ശക്തിയോട് ശരീരത്തിൽ വ്യാപരിക്കട്ടെ. സൗഖ്യമാകാ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നീ സൗഖ്യമാകാ. നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കരം ചലിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവ സാന്നിധ്യം ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ. അവിടെ ചിന്താമണ്ഡലങ്ങളിൽ ശരീരത്തിൽ ഇറങ്ങട്ടെ. ഈടിയുടെ ദാസിയുടെ മേൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ശരീരത്തിലെല്ലാം ഒരു ദൈവശക്തി ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയാണ്. രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലേക്ക് ജനത്തെ നയിച്ചാട്ട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഉറപ്പിക്കുന്നു. കർത്താവേ, സ്ഥിരപ്പെട്ടു നിൽക്കുവാൻ ഇന്ന് രാവിലെ നിന്റെ ജനത്തെ ഒരുക്കിയാട്ട് നീ ഇത് ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. ജനത്തെ നിലവിളി കേട്ട് അതൊരു സ്ഥലത്ത് അതത് കാര്യങ്ങളുമേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കണമേ. ആരെങ്കിലും പ്രയാസത്തിൽ, കട്ടുറകളിൽ, നെടുവീർപ്പിൽ ഇരിക്കുന്നെങ്കിൽ ആശ്വാസത്തിന്റെ കരം, ഹല്ലേലൂയ, മനസ്സലിവിന്റെ കരം, അല്ലേ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം ഇപ്പോൾ നദി ഒഴുകുന്ന പോലെ അവിടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. കർത്താവേ, എന്റെ ദൈവത്തെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. കർത്താവേ, ദൈവത്തെ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.